6 വർഷങ്ങൾക്ക് മുമ്പ് ഷാലോൺ ടെലിവിഷൻ പരസ്യങ്ങളില്ലാതെ സുവിശേഷത്തിന് വേണ്ടി മാത്രമായിട്ടൊരു ചാനലായി ആരംഭിക്കുന്നു എന്ന് കേട്ടപ്പോൾ ടെലിവിഷൻ മേഖലയെക്കുറിച്ച് അറിവുള്ളവരെല്ലാം നിരുത്സാഹപ്പെടുത്തി. കാരണം പരസ്യങ്ങൾ ഉണ്ടായിട്ട് പോലും കേരളത്തിലെ പല TV ചാനലുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ഒരു പരസ്യ വരുമാനവുമില്ലാതെ ഒരു TV ചാനൽ നടത്തുക അസാധ്യമാണ്. അത് മണ്ടത്തരമാണ്. ഇങ്ങനെയൊരു മണ്ടത്തരത്തിന് ഇറങ്ങി പുറപ്പെടരുത് എന്ന് വേറെ ചിലർ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു ചില മേഖലകളിൽ നിന്ന് കിട്ടിയ ഉപദേശം ഇതാണ്: ആളുകൾക്ക് ഇപ്പോൾ ഈ സിനിമയും സീരിയലും ഒക്കെയാണ് വേണ്ടത്. അതിൻ്റെ ഇടയിൽ ഒരു ഭക്തി ചാനൽ തുടങ്ങിയാൽ ഇത് കാണാനായിട്ട് ആരാണുള്ളത്? ഇതൊന്നും ആരും കാണുകയില്ല, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് മറ്റു ചിലർ പറഞ്ഞു. വേറെ ചിലർ ഉപദേശിച്ചു, സഭ മുഴുവനും കൂടി ജീവൻ TV തുടങ്ങി, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ജീവൻ TV പോലും പല കേബിൾ TV ഓപ്പറേറ്റേഴ്സും വിതരണം ചെയ്യുന്നില്ല. നിങ്ങളിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാലും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ഇത് വിതരണം ചെയ്യുന്നില്ലെങ്കിൽ ജനങ്ങളിൽ എത്തുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കാൻ പോകുന്നില്ല, ഇത് പരാജയപ്പെടുമെന്ന് വേറെ ചിലർ പറഞ്ഞു. BJP ഗവൺമെൻറ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളായിരുന്നു അത്. അപ്പം മറ്റു ചിലർ പറഞ്ഞു, BJP ഗവൺമെൻറ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സുവിശേഷ ചാനലിന് ലൈസൻസ് ഒരിക്കലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. മറ്റു ചിലർ പറഞ്ഞതാണ്, മലബാറിലെ ഒരു കുഗ്രാമമായ പെരുവണ്ണാമൊഴിയിലൊക്കെ ഒരു TV ചാനലിൻ്റെ സ്റ്റുഡിയോയും ഓഫീസൊക്കെ സ്ഥാപിച്ച് അവിടെ ആരാ ജോലി ചെയ്യാൻ വരുന്ന? ഒരു ടെക്നീഷ്യന്മാരും ആ കുഗ്രാമത്തിൽ വന്ന് ജോലി ചെയ്യാനുണ്ടാകുകയില്ല. ഇങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നെ സ്നേഹിക്കുന്നവരൊക്കെ വിളിച്ചു പറഞ്ഞു, ബെന്നിയുടെ നല്ല പേര് കളയാനുള്ള ഒരു പണിയാണ്, എത്രയും വേഗം ഇതിൽ നിന്ന് പിന്തിരിയണം. ഇന്ന് ഷാലോൺ ടെലിവിഷൻ ഒരു മാസം നിലനിൽക്കണമെങ്കിൽ 50 ലക്ഷം രൂപ വേണം. ഒരുപക്ഷെ ഒരു പ്രാവശ്യമൊക്കെ ആരെങ്കിലും പൈസ തന്നെന്നിരിക്കും. പക്ഷെ എല്ലാ മാസവും ആര് ഇങ്ങനെ പൈസ തരാനാ? ഇടയലേഖനം ഇറക്കിയാൽ പോലും ആളുകൾ ഇങ്ങനെയൊന്നും പൈസ തരാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ഇത് പൊളിഞ്ഞു പോകുകയുള്ളൂ. ഏറ്റവും കൂടി വന്നാൽ 3 മാസം ഷാലോൺ TVക്ക് ആയുസ്സുണ്ട് എന്നാണ് പലരും പ്രവചിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മാനുഷികമായിട്ട് ശരിയായിട്ടുള്ള വിലയിരുത്തലുകളായിരുന്നു. അതൊന്നും തെറ്റായിരുന്നില്ല. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് എല്ലാം സത്യമായിരുന്നു. പക്ഷെ എന്നിട്ടും ഇത് 6ാം വർഷത്തിലേക്ക് ഷാലോൺ TV മുന്നോട്ട് പോവുകയാണ്. ഇന്ന് വരെയും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഷാലോൺ TVയെ തളർത്തിയിട്ടില്ല. പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുറവും നമുക്ക് ഉണ്ടായിട്ടുമില്ല. അപ്പം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു പരിപാലനയാണ് ഈ വർഷങ്ങളിൽ ഷാലോൺ TVയെ നയിച്ചത്. നമ്മുടെ അക്കൗണ്ടിൽ ഒരിക്കലും 2 മാസം ഷാലോൺ TV നടത്തിക്കൊണ്ടുപോകാനുള്ള പണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ദൈവം അന്നുള്ള അപ്പം മാത്രമേ തന്നിട്ടുള്ളൂ. ചില മാസങ്ങളിൽ ശമ്പളം കൊടുക്കേണ്ട ദിവസങ്ങളിൽ രാവിലെ ഒരു പക്ഷേ ശമ്പളം കൊടുക്കാനുള്ള പണം ഉണ്ടാകണമെന്നില്ല. പക്ഷേ അന്ന് ഉച്ച കഴിയുമ്പോഴേക്കും ദൈവം ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടാകും. നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള അത്ഭുതകരമായ പരിപാലനയുടെ കഥകൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അപ്പം അതുകൊണ്ട് നാളെ ഷാലോൺ TV എങ്ങനെ നടക്കുമെന്നോർത്ത് ആരും ആകുലപ്പെടുന്നുമില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ സ്വന്തം ചാനലാണ്. അതുകൊണ്ട് ദൈവമാണ് ഇതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് ഭാരപ്പെടേണ്ടത്, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഭാരപ്പെടേണ്ടത് എന്ന ഒരു ചിന്തയിലാണ് ഇതിൻ്റെ പിന്നിലുള്ള ശുശ്രൂഷകരൊക്കെ. ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുന്നത്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മൾ ജീവിതത്തെ രൂപപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങളല്ല, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലന നമ്മളെ പരിപാലിക്കും എന്ന് പറയുവാനാണ്. അപ്പം ദൈവമാണ് സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം. ദൈവമാണ് സകലത്തിൻ്റെയും നാഥൻ. അപ്പം ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആരും നമുക്ക് എതിര് നിൽക്കുകയില്ല.
BJP സർക്കാരിൻ്റെ കാലത്ത് തന്നെ യാതൊരു ശുപാർശയ്ക്കും റെക്കമെൻഡേഷനും പോകാതെ തന്നെ നമുക്ക് ഈ ചാനലിൻ്റെ ലൈസൻസ് കിട്ടി. നമ്മൾ ചെയ്തത് ഷാലോമിൻ്റെ ഓഫീസിൽ ആ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക മാത്രമാണ്. ആരെയും മന്ത്രിമാരെ കാണാൻ പോയില്ല, രാഷ്ട്രീയക്കാരെ ശുപാർശയ്ക്ക് വേണ്ടി പോയില്ല, ഡൽഹിയിലേക്ക് പോയില്ല. മറിച്ച് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവം അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ മലബാറിലെ ഒരു കുഗ്രാമത്തിലിരുന്ന് ദൈവം നൽകിയ പ്രചോദനത്തോടെ യേശു പറഞ്ഞപ്പോൾ നിങ്ങളെപ്പോലെയുള്ള അനേകായിരങ്ങളുടെ ഹൃദയത്തിൽ അതേ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയെ സഹായിക്കാനായിട്ടുള്ള പ്രേരണ നൽകി. അതുകൊണ്ടാണ് നിങ്ങളിൽ അനേകരും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനയും സമ്പത്തും പങ്കുവച്ചത്. മനുഷ്യൻ പറഞ്ഞിട്ടാണെങ്കിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ മനുഷ്യൻ എത്ര ഓടി നടന്നാലും ശരി, എല്ലാ മാസവും ഈ 50 ലക്ഷം രൂപ പിരിച്ചെടുത്ത് ഈ ചാനൽ നടത്താൻ ആരെക്കൊണ്ടും പറ്റില്ല. തമ്പുരാൻ പ്രവർത്തിക്കണം. തമ്പുരാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഈ ശുശ്രൂഷ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ദൈവം പ്രവർത്തിക്കുമ്പോൾ എല്ലാം സുഗമമായിട്ട് തീരുകയാണ്.